ഹായ് ഓൾ. ഒരു ദിവസം മൊത്തം ജോലി ചെയ്തിട്ട് അവസാനം അയ്യോ ഞാൻ ഒന്നും ചെയ്തില്ല, ഇന്നൊന്നും നടന്നില്ല എന്നൊരു ഫീലിംഗ് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? മിക്ക സ്ത്രീകൾക്കും അങ്ങനെ തോന്നാറുണ്ട്. അത് മടിയോ ലേസിനെസ്സോ ഒന്നുമല്ല, അതൊരു മെൻ്റൽ ക്ലാരിറ്റി ഇല്ലാത്തതാണ്, മെൻ്റൽ ഓവർലോഡാണ്. അതായത് ആവശ്യത്തിലധികം കാര്യങ്ങൾ നിങ്ങൾ മൾട്ടി ടാസ്കിങ് ചെയ്യുന്നതുകൊണ്ട് ഒരു ആക്ടിവിറ്റിക്ക് പൂർണ്ണമായിട്ടുള്ള കോൺസെൻട്രേഷൻ കിട്ടാത്തതുകൊണ്ടുമാണ്. പല ആക്ടിവിറ്റീസ് നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ എനർജിയും നമ്മുടെ കോൺസെൻട്രേഷനും ആ ആക്ടിവിറ്റീസിലെല്ലാം സ്പ്രെഡായി പോകുന്നു. അതുകൊണ്ട് ഒന്നും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റുന്നില്ല. അവസാനം നമുക്ക് തോന്നുന്നത് അയ്യോ നമ്മളൊന്നും ചെയ്തില്ല, നമ്മൾ പ്രൊഡക്റ്റീവ് ആയിരുന്നില്ല, നമ്മളെ കൊണ്ടൊന്നിനും പറ്റില്ല, അങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും അല്ലേ. നമ്മൾ മാനസിക ആരോഗ്യത്തിൻ്റെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും മൾട്ടി ടാസ്കിങ് ചെയ്യുന്നത്, അതായത് പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്നത് ഒരിക്കലും ഒരു സ്ട്രെങ്ത് അല്ല. കാരണം അത്രയും നമുക്ക് മെൻ്റലി ഓവർലോഡ് ആവുകയാണ്. ഒരു ടാസ്കിനും നമുക്ക് കംപ്ലീറ്റ് അറ്റൻഷനോ നമ്മുടെ കംപ്ലീറ്റ് പ്രസൻസ് ഓഫ് മൈൻഡ് കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ദിവസം അവസാനിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, ദേഷ്യം കൂടുതലായിരിക്കും, മറ്റാൾക്കാരോട് നമ്മൾ ആ ദേഷ്യം കാണിക്കും. കാരണം അവരാരും നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവർ വാല്യൂ ചെയ്യുന്നില്ല എന്ന് തോന്നും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലിട്ടിങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ വേറൊരു കാര്യത്തിനെ കുറിച്ചായിരിക്കും ആലോചിക്കുന്നത്. നമ്മൾ ഇമെയിൽസ് ആൻസർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡിന്നറിന് എന്തോ ഉണ്ടാക്കാം എന്നായിരിക്കും ആലോചിക്കുന്നത്. നമ്മൾ എണീക്കുമ്പോഴേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്തായിരിക്കും ഉണ്ടാക്കുന്നതെന്ന് ആലോചിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങളായിരിക്കും ആലോചിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ അടുത്ത് മറ്റ് കാര്യത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാനിങ് ഓൾറെഡി നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതൊരു മെൻ്റൽ ഓവർലോഡാണ്. ക്ലാരിറ്റി കുറവും മെൻ്റൽ ഓവർലോഡ് നമ്മൾ കൂടുതൽ കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിന് എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ആദ്യം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റത്തേക്ക് ഒരു ടാസ്ക് മാത്രം ഫോക്കസ് ചെയ്യാം. ഒരു 10 മിനിറ്റ് കൊടുത്താൽ മതി ഒരു ടാസ്കിന്. ബട്ട് ആ 10 മിനിറ്റിൽ ആ ഒരു ടാസ്ക് മാത്രം ചെയ്യാം, എന്നിട്ട് അടുത്ത ടാസ്കിലേക്ക് പോവുക. ബിക്കോസ് ഹ്യൂമൻ ബ്രെയിനിന് അങ്ങനെ മൾട്ടി ടാസ്കിങ് ചെയ്യുന്നതിനേക്കാളും ഒരു സിംഗിൾ ടാസ്ക് ഫോക്കസ് ചെയ്ത് കുറച്ച് ഡ്യൂറേഷനിൽ ഫോക്കസ് ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ എപ്പോഴും 24 hours 24/7 ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കാണ്ട് അല്ല, അതിന് നല്ല റെസ്റ്റ് വേണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എഴുതി വെക്കുക, മെൻ്റലി നോട്ട് ചെയ്ത് വെക്കാതെ. അത് കാരണം നമ്മൾ മറന്നു പോകും, എസ്പെഷ്യലി ഇറിറ്റേറ്റഡ് ആയിരിക്കുമ്പോൾ. സോ എഴുതി വെക്കുക, എന്താണോ നമുക്ക് ചെയ്യാനുള്ളത് അതെല്ലാം പോയിൻ്റായിട്ട് എഴുതി വെക്കുക ഇവിടെ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് മറ്റുള്ളവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക, അതായത് ഷെയർ ചെയ്ത് കൊടുക്കാൻ ടാസ്കുകൾ. ഓൺലൈൻ കൗൺസിലിങ്ങിന് താല്പര്യമുള്ളവർ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.